ഇന്ന് കാര്യമായ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ പണികളും കുറച്ച് മടിയിലാണ് എടുത്തത്. അങ്ങനെ കുളി കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനാണ് നേരെ പോയത്. ഞാൻ ബാബു ഇല്ലാത്തതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കലൊന്നും നടക്കൂല. അതുകൊണ്ട് ഞാൻ നേരെ പോയി ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉറങ്ങി നീച്ചപ്പോഴത്തേനും ബാബു വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണെങ്കിൽ പുറത്തുനിന്ന് ഒരു കൊട്ടുമുട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ പുറത്തിറങ്ങി നോക്കിയപ്പോഴുണ്ട് നല്ല ബാൻഡ് മേളൊക്കെ വരുന്നത്. എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഇലക്ഷൻ ജയിച്ചതിന്റെ പരിപാടിയാണല്ലോ. ആ മുട്ട് കാണാനായിട്ട് ഇമ്മ മതിലിന്റെ അവിടെ വരെ എത്തിയിട്ടുണ്ടായിരുന്നിട്ടാ. ഞാനങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നിന്നോടത്ത് നിന്നിട്ട് തന്നെ താളം പിടിക്കുന്നു കേട്ടോ. എന്റെ താളം പിടിക്കൽ കണ്ടിട്ടാന്നുകൊണ്ട് കുട്ടികളൊക്കെ പാടി എത്തിച്ചു നോക്കണുണ്ടായിരുന്നു. ഞാനത് കണ്ടു നിൽക്കുമ്പോഴാണ് ബാബു പറയണത് പരിപാടി പോയില്ല, ഇനി പോയി കണ്ട് ബത്തക്ക മുറിച്ചോണ്ടാന്ന്. അങ്ങനെ ഞാൻ നേരെ പോയി ബത്തക്ക മുറിക്കാനായിട്ട് ഈ ഒരു കവർ എന്തിനാ ഇങ്ങനെ ആക്കണമെന്ന് അറിയാം. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ബത്തക്കൊക്കെ വലിയ കേടൊന്നും പറ്റാതിരിക്കാനാണ് കേട്ടോ. നല്ലതാണ്. ആ ഒരു ഫ്രഷ്നെസ് എപ്പോഴും ഉണ്ടാവും. നല്ല മധുരമുള്ള ബത്തക്കയെന്ന് കേട്ടോ. എപ്പോൾ ബത്തക്ക കൊടുത്താലും പാളലാണ്. പക്ഷെ ഇപ്രാവശ്യം കൊടുത്തത് മാത്രം നന്നായിട്ടുണ്ടായിരുന്നു. ബാബുവിനാണെങ്കിൽ വൈകുന്നേരം കല്യാണമാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിച്ച അപ്പം തന്നെ പോകും മൂപ്പരാള്. അങ്ങനെ ഉമ്മ വന്നപ്പോൾ തന്നെ മമ്മക്ക് ഞാനൊരു ബത്തക്ക കൊടുത്തിട്ടുണ്ടായിരുന്നു.